രാജാക്കാട്ട് പ്രവർത്തിക്കുന്ന സപ്ലൈകോയുടെ സൂപ്പർ ഷോപ്പിൽ സബ്സിഡി സാധനങ്ങൾ പലതും ലഭിക്കുന്നില്ല. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന. മൂന്നാർ അസിസ്റ്റന്റ് മാനേജറുടെ കീഴിലുള്ള രാജാക്കാട് ഷോപ്പിൽ അരി എത്തുന്നില്ലെങ്കിലും നെടുങ്കണ്ടത്തിന് കീഴിൽ വരുന്ന രാജകുമാരി ഷോപ്പിൽ അരി എത്തുന്നുണ്ട്. രാജാക്കാട് എന്ന കേരള സംസ്ഥാനത്തല്ലേ എന്നാണ് പല ഉപഭോക്താക്കളും ചോദിക്കുന്നത്. രാജാക്കാട്ടെ ഷോപ്പിൽ പഞ്ചസാര ഇല്ലാതായിട്ട് 1 വർഷം കഴിഞ്ഞു. വില കൂടുതലുണ്ടെങ്കിലും ശബരി വെളിച്ചെണ്ണ, മല്ലി, ചെറുപയർ എന്നിവ ചില മാസങ്ങളിൽ എത്തും. കുത്തരി, ജയരി ഇവയൊന്നും രാജാക്കാട് ഷോപ്പിൽ പല മാസങ്ങളിലും എത്തുന്നില്ല. എത്തിയാൽ തന്നെ പരമാവധി 30 ചാക്കരി മാത്രമാണ് നിരവധി ഉപഭോക്താക്കൾ എത്തുന്ന രാജാക്കാട് ഷോപ്പിൽ എത്തുന്നത്. അത് 1-2 ദിവസം കൊണ്ട് തീരും. ഒരു റേഷൻ കാർഡിന് 5 കിലോ അരി വീതമാണ് നൽകുന്നത്. ദിവസേന ലക്ഷങ്ങൾ വിറ്റുവരവുണ്ടായിരുന്ന ഷോപ്പിൽ ഇപ്പോൾ 10,000-ൽ താഴെയാണ് കച്ചവടം നടക്കുന്നത്. രാജാക്കാട് സപ്ലൈകോ സൂപ്പർ ഷോപ്പിൽ അവശ്യ സാധനങ്ങൾ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സബ്സിഡി സാധനങ്ങളായ പഞ്ചസാര ഉൾപ്പെടെ പെടുന്ന സാധനങ്ങൾ രാജാക്കാട് സപ്ലൈകോയിലില്ല. ആകെ രാജാക്കാടിൽ ചെന്ന് കഴിഞ്ഞാൽ സപ്ലൈകോയിൽ നിന്ന് കിട്ടുന്നത് കുറെ സോപ്പ് പൊടിയും സബ്സിഡി എന്ന നിലയിൽ കുറെ വെളിച്ചെണ്ണയും അല്ലാതെ വേറെ ഒരു സാധനവും സപ്ലൈകോയുടെ സൂപ്പർ ഷോപ്പിൽ നിന്ന് കിട്ടാനില്ല. നമുക്കറിയാം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴ കൊടിപിരി കൊണ്ടിരിക്കുന്ന സമയം, ആളുകൾക്ക് തോട്ടങ്ങളിൽ പണിയില്ലാത്ത സമയം ഒക്കെയാണ്. അങ്ങനെ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ മൊത്തം പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും സാമ്പത്തികമായിട്ട് ആകെ ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോഴും സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വാങ്ങാൻ ചെല്ലുമ്പോൾ അവിടെ സാധനങ്ങളില്ലാതെ ആളുകൾ വെറും കൈയോടെ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടം നടന്നിരുന്ന സപ്ലൈകോയിൽ ഇപ്പൊ ചെന്നാൽ 5,000 മുകളിൽ 10,000 രൂപ പോലും കച്ചവടം നടക്കാത്തൊരവസ്ഥ. എപ്പോൾ ആ സൂപ്പർ ഷോപ്പിൽ ചെന്നാലും അവിടെ എല്ലാം ആളുകളില്ല, അതുപോലെ തന്നെ സാധനമില്ലാത്തൊരവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇവിടെ അന്വേഷിച്ച് കഴിയുമ്പോൾ ഈ രാജാക്കാട് മേഖലയിൽ മൂന്നാറുമായി ബന്ധപ്പെട്ട് വരുന്ന മേഖലയിൽ മാത്രമേ ഈ സാധനങ്ങളില്ലാത്ത നെടുങ്കണ്ടത്തിന്റെ കീഴിൽ വരുന്ന പല സ്ഥലങ്ങളിലും അരി ഉൾപ്പെടെയുള്ള സബ്സിഡി സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ രാജാക്കാടിന്റെ അവസ്ഥ ഇത്ര ശോചനീയമാണ്. അതുകൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളുടെ, കർഷകരുടെ പാർട്ടി എന്ന് പറയുന്ന LDF കേരളത്തിൽ ഭരിക്കുന്ന ഈ നാട്ടിൽ രാജാക്കാട് പഞ്ചായത്തിൽ പാവപ്പെട്ട ആളുകളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഈ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ട് അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാ സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും രാജാക്കാട് സപ്ലൈകോയിൽ എത്തിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ ദുരിതത്തിൽ നിന്നും കരകയറ്റണമെന്നാണ് ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഷോപ്പ് മാനേജർ ഒഴികെയുള്ള മറ്റ് ദിവസവേതനക്കാരുടെ ശമ്പളം കൊടുക്കാനുള്ള തുകയും വാടകയും കറണ്ട് ചാർജുമെല്ലാം നൽകണമെങ്കിൽ ആകർഷണ പദ്ധതികൾ നടത്തി ഉപഭോക്താക്കളെ കടയിലേക്ക് അടുപ്പിക്കേണ്ട അവസ്ഥയാണ്. മൂന്നാർ AM-നെ പലപ്പോഴും ഫോണിൽ വിളിച്ചാൽ കിട്ടാറില്ല. കിട്ടിയാൽ തന്നെ മുകളിൽ നിന്നും സാധനങ്ങൾ ലഭിക്കുന്നില്ലെന്നുള്ള മറുപടി മാത്രമാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ്, നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല. എല്ലാ മരുന്നുകൾക്കും 10 മുതൽ 60% വരെ വിലക്കുറവ്. ബേബി കെയർ, പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം. കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം. ഹോം ഡെലിവറി സൗകര്യം. വിശാലമായ പാർക്കിംഗ് ഏരിയ. ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ. ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന.